ഹലോ, പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനന്തപുരിയിലുള്ള എല്ലാവരും ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ഡീല് പിടിച്ചെടുത്തേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അത് മൂർത്തി ജ്വല്ലേഴ്സിനെ ഒരുപാട് ബാധിക്കും. ഇപ്പോൾ മൂർത്തി ജ്വല്ലേഴ്സിലുള്ള ഷെയർസ് എല്ലാവരും പോകും. ഓൾറെഡി തന്നെ ഒരുപാട് പേര് ഷെയർ വാങ്ങി ജ്വല്ലറിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുതന്നെ കമ്പനിക്ക് ഒരുപാട് തിരിച്ചടിയായിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴുള്ളവരും പോയിട്ടുണ്ടെങ്കിൽ അത് ജ്വല്ലറിയെ വല്ലാതെ ബാധിക്കും. ഇതുകൊണ്ട് തന്നെ മുത്തശ്ശനും ആദർശും എല്ലാവരും തന്നെ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും അനന്തപുരിയിലെ ജലജനെയോ അബീനെയോ നയനേനോ ഒന്നും ബാധിക്കുന്നില്ല. അവർക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. എങ്ങനെയെങ്കിലും മൂർത്തി ജ്വല്ലേഴ്സിന് ഈ ഡീല് കിട്ടരുതേ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവന്തികയും നാഗേന്ദ്രനും മൂർത്തീസ് ജ്വല്ലേഴ്സിന് ഈ ഡീല് കിട്ടാതിരിക്കാനും ജ്വല്ലറിയെ കിട്ടിയില്ലെങ്കിലും മൂർത്തീസ് ജ്വല്ലേഴ്സിന് ഒരിക്കലും അത് കിട്ടില്ലെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവരെ കൊണ്ട് പറ്റുന്നതുപോലെ പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. നാഗേന്ദ്രനാണെങ്കിൽ അവന്തികയോട് പറയുന്നുണ്ട്, അവന്തിക, നമ്മൾക്ക് എന്തായാലും അമേരിക്കയെ കമ്പനിയുമായിട്ടുള്ള ഡീല് കിട്ടാൻ വളരെയേറെ ചാൻസ് കുറവാണ്. കൂടുതലും കിട്ടാനുള്ള ചാൻസ് മൂർത്തി ജ്വല്ലേഴ്സിനാണ്. കാരണം അവർ പാരമ്പര്യം കൊണ്ടും ഗുണമേന്മ കൊണ്ടും വളരെ മുന്നിലാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പെട്ടെന്നുണ്ടായി വന്നൊരു ജ്വല്ലറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ പിന്നോട്ടാണ്. അമേരിക്കൻ കമ്പനി കൂടുതലും പാരമ്പര്യമാണ് കണക്കിലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ മിക്കവാറും മൂർത്തീസ് ജ്വല്ലേഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മൂർത്തീസ് ജ്വല്ലേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ അവർക്ക് തന്നെ ആ ഡീല് കിട്ടും. ഇത് നമ്മൾ ഒരിക്കലും സാധിച്ചു കൊടുക്കരുത്. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് നമ്മൾ ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. അവന്തികയാണെങ്കിൽ പറയുന്നുണ്ട്, അതിന് ആദർശ് മുംബൈയിലെത്താതിരുന്നാൽ പോരെ, അപ്പോൾ ഈ ഡീല് നമ്മൾക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജ്വല്ലറിക്കോ കിട്ടും. അച്ഛനെന്തായാലും മൂർത്തി ജ്വല്ലേഴ്സിന് കിട്ടലെന്ന് മാത്രമല്ലേ ആഗ്രഹം, അത് എനിക്കും ഉണ്ട്. ഇനി വേറെ ആർക്ക് കിട്ടിയാലും എനിക്കതൊരു പ്രശ്നം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോള് പറഞ്ഞത് ശരിയാണ്, അവൻ ഒരിക്കലും മുംബൈയിലെത്തരുത്. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും വേണം. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അവന് പറ്റിയില്ലെങ്കിൽ അതിന് പകരം മുത്തശ്ശനായിരിക്കും അങ്ങോട്ട് വരുന്നത്. അയാളെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അതുകൊണ്ട് ആദർശ് ഇറങ്ങുകയും വേണം, പക്ഷെ മുംബൈയിലെത്താനും പാടില്ല. അപ്പോൾ അനന്തപുരിയിലുള്ള എല്ലാവരും ആദർശ് മുംബൈയിൽ ഡീൽ ഉറപ്പിക്കാൻ പോയിരിക്കുകയാണ്, അവിടെ എത്തിയെന്ന് വിചാരിക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ്. മുത്തശ്ശനാണെങ്കിൽ ആദർശിനോട് പറയുന്നുണ്ട്, ആദർശ്, നീ വളരെ കരുതലോടെ ഇരിക്കണം. മുംബൈയിലെത്തുന്നത് വരെ നീ സേഫല്ല. എങ്ങനെയെങ്കിലും നിന്നെ തകർക്കാൻ വേണ്ടി നിൻ്റെ ചുറ്റുമുള്ള ശത്രുക്കൾ ശ്രമിക്കും. അവർക്ക് എങ്ങനെയെങ്കിലും മൂർത്തീസ് ജ്വല്ലേഴ്സ് ഇല്ലാതാക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. അതിനുവേണ്ടി അവർ എന്ത് കടുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. പ്രത്യേകിച്ച് ആ ജ്വല്ലറിക്കാണ് നമ്മളോട് ഒരുപാട് ശത്രുത. അതിൻ്റെ ശത്രുതയുടെ കാര്യം എന്താണെന്നറിയില്ല. ആ ഡെന്നീസുമായിട്ട് എനിക്ക് അയാളെ ഒരു പരിചയം പോലുമില്ല. പിന്നെ അയാൾക്ക് നമ്മളോട് ഇത്ര ശത്രുത വരാൻ എന്താണ് കാരണം? ശരിക്കും അയാളായില്ല ആ കമ്പനിയുടെ ഉടമസ്ഥൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കമ്പനിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ വേറെ ഏതോ ആളാണ്. അയാൾ അതിലെ ബിനാമി മാത്രമാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നന്നായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നത് കേൾക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട്, മുത്തശ്ശൻ പറഞ്ഞത് ശരിയാണ്, ഞാനും ഈ ഡെനീസിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചു. പക്ഷേ എനിക്ക് അയാളെക്കുറിച്ച് നമ്മളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും കിട്ടിയില്ല. എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അയാൾ ജ്വല്ലേഴ്സിൻ്റെ ബിനാമി മാത്രമാണെന്നാണ്. അതിൻ്റെ യഥാർത്ഥ ഓണർ മറ്റൊരാളാണ്. അയാളാണ് ഇതിലെല്ലാം കിടന്ന് കളിക്കുന്നത്. എന്തായാലും അതൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഈ അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഡീലൊക്കെ ഒന്ന് നടക്കട്ടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശനും പറയാണ്, അത് ശരിയാണ്, ഇതിൽ എൻ്റെ ആകെ പ്രതീക്ഷ ഇത് മാത്രമാണ്. ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടെന്ന് അറിയാം ആദർശ്, എന്നാലും നമുക്കിത് പിടിച്ചെടുത്തേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആദർശാണെങ്കിൽ മുംബൈയിലോട്ട് പോകാനിരിക്കുകയാണ്. ആദർശിൻ്റെ കൂടെ അച്ഛനും ഇളയച്ഛനും എല്ലാവരും തന്നെ ഒപ്പം തന്നെയുണ്ട്. ഇളയച്ഛനും അച്ഛനാണെങ്കിൽ ആദർശിനോട് പറയുന്നുണ്ട്, മോനെ, നീ കരുതലോടെ ഇരിക്കണം കേട്ടോ. ഞങ്ങൾ എന്തായാലും നിന്നെ ഫ്ലൈറ്റ് വരെ അനുഗമിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് നിന്നെ കയറ്റി വിട്ടിട്ടേ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരികയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ആദർശാണെങ്കിലും അത് ശരിയച്ഛാ, അങ്ങനെ തന്നെ ആകട്ടെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും കാറിന് കയറി പോകുകയാട്ടോ. ഈ സമയത്ത് അവന്തിക നാഗേന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ ഇവിടുന്ന് ഇറങ്ങിയെന്നും ആദർശ് ഒറ്റയ്ക്കല്ല, ആദർശിൻ്റെ കൂടെ ഇളയച്ചനും വല്യച്ഛനൊക്കെ ഉണ്ടെന്നും അതുകൊണ്ട് അച്ഛനൊന്ന് സൂക്ഷിച്ച് ഇടപെടണം എന്നൊക്കെ പറയുന്നുണ്ട്. നാഗേന്ദ്രനാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഒരു കാരണവശാലും ടെൻഷൻ ആകണ്ട, ഇതിൻ്റെ പുറകിൽ നമ്മളാണെന്ന് ആരും ഒരിക്കലും അറിയാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്.
അങ്ങനെ ആദർശിൻ്റെ കാറ് മുന്നോട്ട് ടൗണിലോട്ട് പോകുന്ന സമയത്ത് അവരെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ ആദർശിന് തോന്നിയാണ്. ആദർശ് ഈ കാര്യം അച്ഛനോടും ഇളയച്ചനോടും പറയുന്നുണ്ട്. അവരും നോക്കുമ്പോൾ അവർക്കും അത് മനസ്സിലാകുകയാണ്. അപ്പോൾ ഇളയച്ചനാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ കുറേ നേരമായി ആ വണ്ടിയെ നോക്കുന്നു, അത് നമ്മുടെ മുന്നോട്ട് പോകുന്നില്ല, അവർ നമ്മുടെ പുറകെ തന്നെയാണ് നിൽക്കുന്നത്, ഇതിലെന്തോ ഒരു പന്തികേടുണ്ട്, മിക്കവാറും നമ്മുടെ ശത്രുക്കൾ അയച്ചുവിട്ട ആരെങ്കിലും ആയിരിക്കും, അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ആദർശാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുത്തശ്ശനോടും ഈ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് ഇവരുടെ മുന്നിൽ എത്തുകയാണ്. അതിൽ നിന്ന് കുറേ ഗുണ്ടകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഗുണ്ടകൾ ഇറങ്ങിയിട്ട് ആദർശിൻ്റെയൊക്കെ കാറ് ലക്ഷ്യമാക്കി വരികയാണ്. എന്നിട്ട് ആദർശിൻ്റെ കാറൊക്കെ തുറക്കടാന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഡോറിനൊക്കെ ഒരുപാട് ചവിട്ടുകയും തട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആദർശും അച്ഛനും ഇളയച്ചനും ഒക്കെ പെട്ടെന്ന് തന്നെ കാറ് തുറക്കുന്നുണ്ട്. എന്നിട്ട് ആദർശാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ, എന്തിനാ ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നത്, നിങ്ങളെ ആരാ പറഞ്ഞു വിട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, എന്തായാലും നിന്നെ തട്ടിക്കൊണ്ട് പോരുക എന്ന് മാത്രമേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, അത് ഞങ്ങൾ വെടിപ്പായിട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഗുണ്ടകൾ ആദർശിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. ആദർശാണെങ്കിൽ അതെല്ലാം പ്രതിരോധിച്ച് അവരെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛനും വല്യച്ഛനാണെങ്കിലും പൊതിരെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരും തിരിച്ച് ഇങ്ങോട്ടും തരുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് പോലീസ് അവിടെ എത്തുന്നുണ്ട്. പോലീസിനെ കാണുന്നതോടെ ഗുണ്ടകൾക്ക് ആകെ പേടിയാണ്. ഗുണ്ടകൾ അവിടുന്ന് ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് പുറകെ പോയിട്ട് അവരെ എല്ലാവരെയും പിടിക്കുകയാണ്. പോലീസാണെങ്കിൽ ഗുണ്ടകളോട് ചോദിക്കുന്നുണ്ട്, ഇത് ചെയ്യാൻ ആരുടെ നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്, സത്യം പറ എന്നൊക്കെ പറഞ്ഞിട്ട് പൊതിരെ അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഗുണ്ടകൾ പറയുന്നുണ്ട്, സാർ ഞങ്ങളെ എത്ര തല്ലാലും കൊന്നാലും ഞങ്ങൾ ഈ സത്യം പറയില്ല, അത് ഞങ്ങൾ ചെയ്യുന്നത് നീതികേടാണ്, അതുകൊണ്ട് ആ സത്യം സാറ് അറിയുന്നു വിചാരിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാർക്ക് ദേഷ്യം വരുന്നുണ്ട്. അവർ പറഞ്ഞു, എന്നാലേ സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളോടൊക്കെ സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഗുണ്ടകളെ എല്ലാം പോലീസ് ജീപ്പിൽ കയറ്റിയാണ്. എന്നിട്ട് ആദർശിൻ്റെ അടുത്തൊക്കെ വെല്ലിച്ചിൻ്റെ അടുത്ത് ഇളയച്ചൻ്റെ അടുത്തൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, സോറി സാർ, ഇത്തിരി താമസിച്ചു പോയി, മുത്തശ്ശൻ വിളിച്ചതായിരുന്നു, വിളിച്ചപാട് ഞങ്ങൾ ഇറങ്ങി, പക്ഷേ സംഭവം നടക്കുന്നതിന് മുന്നേ എത്തണമായിരുന്നു, പക്ഷെ അത് ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും എത്തിയല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പോലീസുകാർ അവിടെ നിന്ന് പോവുകയാണ്. ആദർശാണെങ്കിലും നേരെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് കയറി നേരെ മുംബൈയിലോട്ട് എത്തുന്നുമുണ്ട്. ഈ സമയത്ത് ആദർശിനെ ഫ്ലൈറ്റിലൊക്കെ കയറ്റിയതിന് ശേഷം അച്ഛനും ഇളയച്ചനും എല്ലാവരും കൂടി നേരെ അനന്തപുരിയിലോട്ട് പോവുകയാണ്. അനന്തപുരിയിൽ ചെന്ന സമയത്ത് മുത്തശ്ശനോട് രഹസ്യമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ആദർശിനെ തട്ടിക്കൊണ്ട് പോയെന്ന് തന്നെ ഇവിടെ ഉള്ളവരെല്ലാം വിചാരിച്ചാൽ മതി, ഇതിലെ പ്രധാന ശത്രുവിന് അപ്പോൾ സന്തോഷമാകും, നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചോർത്തി കൊടുക്കുന്ന ആരുമുണ്ട്, അവർ എല്ലാ കാര്യങ്ങളും ചോർത്തിക്കെടുത്ത് ആദർശിനെ തട്ടിക്കൊണ്ട് പോയെന്ന് തന്നെ ചിന്തിക്കട്ടെ, അപ്പോൾ നമ്മുടെ ശത്രുക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷമാകും, അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അച്ഛനും ഇളയച്ചനും എല്ലാം ചെന്നിട്ട് ആദർശിനെ തട്ടിക്കൊണ്ട് പോയെന്നും ഗുണ്ടകൾ എന്തിനാണ് തട്ടിക്കൊണ്ട് പോയെന്ന് അറിയത്തില്ലെന്നും നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും ടെൻഷനായതുപോലെയൊക്കെ അഭിനയിക്കുക കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന നബിക്കും അബിക്കും അതുപോലെ തന്നെ ജലജയ്ക്കും അവന്തികയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. വിജയാണെങ്കിൽ അബിയോട് പറയുന്നുണ്ട്, അബി, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു, നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു, ഇനി എന്തായാലും ആ അമേരിക്കൻ കമ്പനിയുടെ ഡീല് ഇവർക്ക് കിട്ടുകയില്ല, ഇനി മുത്തശ്ശന് പോകാനൊട്ട് സമയമില്ല, അതെന്തായാലും നന്നായി, നമ്മൾ ദ്രോഹിക്കുന്നില്ലേ അതിന് പകരം കിട്ടിയതാ ഇവർക്ക് എന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് അവന്തികയാണെങ്കിൽ നാഗേന്ദ്രനെ ഫോൺ വിളിക്കുന്നുണ്ട്. നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛൻ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടന്നു, അതുകൊണ്ട് ഇനി അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ഡീല് മൂർത്തി സുലേഷന് കിട്ടാൻ പോകുന്നില്ല, ഇനി മുത്തശ്ശനോട്ട് അവിടെ പോകാനുള്ള സമയവും ഇല്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു വച്ചാൽ അച്ഛൻ വിചാരിച്ചതുപോലെ എല്ലാം നടന്നല്ലോ, ഞാനും ഇത് ഒരുപാട് ആഗ്രഹിച്ചതാണ്, എൻ്റെ അമ്മയ്ക്കും അഭിയേട്ടനും ഇത് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. നാഗേന്ദ്രനാണെങ്കിൽ പറയുന്നുണ്ട്, മോളെ, അച്ഛൻ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് ഉറപ്പായിട്ടും നടത്തിയിരിക്കും, മൂർത്തി സുരേഷിൻ്റെ അധപതനം തുടങ്ങി, അതിൻ്റെ ഫസ്റ്റ് മുന്നോടിയായിട്ട് നടന്ന സംഭവമാണ് ഇത്, ഇനി മുന്നോട്ട് അവർ അധപതിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, ലാസ്റ്റ് അവർക്ക് വീടും സ്ഥലവും എല്ലാം നഷ്ടമാകും, എന്നെ പെരുവഴിയിൽ ഇറക്കിയിട്ടതുപോലെ അവരും പെരുവഴിയിൽ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ്. ആദർശ് മുംബൈയിൽ എത്തിച്ചേരുന്നുണ്ട്. ആദർശ് അമേരിക്കൻ കമ്പനിയായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ സമയത്ത് എയിം ജ്വല്ലറിയും അതുപോലെ തന്നെ പല ജ്വല്ലറികളും അമേരിക്കയുടെ ഡീല് പിടിച്ചെടുക്കാൻ വേണ്ടി എല്ലാവരുമായിട്ട് അമേരിക്കൻ കമ്പനി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. ആദർശിനെ കാണുന്നതോടെ ഡെന്നീസ് ആകെ ഭയപ്പെടുകയാണ്. ഡെന്നീസ് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്, ഇവനെയല്ലേ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞത്, എന്നിട്ട് ഇവൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ഡീല് മൂർത്തി സുലേഴ്സിന് കിട്ടുകയാണ്. ഇത് കേൾക്കുന്ന ആദർശിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്.
പുറത്തിറങ്ങുന്ന ഡെന്നീസ് ആണെങ്കിൽ നാഗേന്ദ്രനെ വിളിക്കുന്നുണ്ട്. നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടോ ആ ഡീല് നമുക്കാണോ കിട്ടിയത് അതോ വേറെ ഏതെങ്കിലും ചിലർക്ക് ആർക്കാ കിട്ടിയത്? എന്തായാലും മൂർത്തേഷ് ജ്വല്ലേഴ്സിന് കിട്ടിയില്ലല്ലോ, മൂർത്തേഷ് ജ്വല്ലേഴ്സിൻ്റെ ആരും അവിടെ എത്തിച്ചേർന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഡെന്നീസ് നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, അല്ല സാർ, ആദർശ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറല്ലേ ആദർശിനെ ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ആദർശ് ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നാഗേന്ദ്രൻ ആകെ ഞെട്ടുകയാണ്. എന്താ ആദർശ് അവിടെ ഉണ്ടെന്നോ? ഗുണ്ടകളെ ഞാൻ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അത് കണ്ടുപിടിക്കണം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മൂർത്തേഷ് ജ്വല്ലേഴ്സിന് തന്നെയല്ലേ ആ ഡീലെല്ലാം കിട്ടിയത്. ഇനി അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രൻ ആകെ വിഷമമാകുകയാണ്. ആദർശാണെങ്കിൽ മുത്തശ്ശനെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, നമുക്ക് തന്നെയാണ് അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ഡീല് കിട്ടിയിരിക്കുന്നത്. അവർ നമ്മളുമായിട്ട് സഹകരിച്ച് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന മുത്തശ്ശന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ആദർശനോട് പറയുന്നുണ്ട്, ആദർശേ, നീ എന്തായാലും ഈ അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ഡീല് നടത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതെന്തായാലും സാധിച്ചല്ലോ. പിന്നെ എനിക്കൊരു ചെറിയൊരു പേടി, അതിനു മുമ്പ് നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നായിരുന്നു. ആ സാധ്യതകളെല്ലാം ഒഴിഞ്ഞു കിട്ടി. ഇനി എനിക്ക് ഒരുപാട് സന്തോഷമായി മോനെ. നീ തന്നെയാണ് എൻ്റെ യഥാർത്ഥ കൊച്ചുമോൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷിക്കുകയാണ്. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ.